Hello everyone, it's such a joy to see you this morning. ഈ രാവിലെ നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. Today we're meditating on Genesis 22:17. ഉൽപ്പത്തി 22:17 വാക്യമാണ് ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത്. I will surely bless you and I will surely multiply your offspring as the stars of heaven. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. Yes, my dear friends, God promises that He will surely bless you and surely multiply you. സുഹൃത്തുക്കളെ, നിങ്ങളെ യഥാർത്ഥമായി അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. Today many of you may be waiting for a child. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഒരു സന്തതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. For so many years you may have been waiting for God to bless you with this gift. ഈ ഒരു ദാനം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നാളുകളായി നിങ്ങൾ കാത്തിരിക്കുന്നവരായിരിക്കാം. You may see the people around you having a family life, having children, and you may be waiting to be a parent. കുഞ്ഞുങ്ങളെ വളർത്തുന്ന മറ്റു കുടുംബങ്ങളെ കാണുമ്പോൾ നിങ്ങളും ഒരു മാതാപിതാവാകുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു. Your heart may be hurting because people may come and ask you. ആളുകൾ നിങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഹൃദയത്തിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവാം. When will you have this joy in your life? ഈ ഒരു സന്തോഷം ഞാൻ എന്ന് അനുഭവിക്കുവാൻ You may have been rejected. നിങ്ങൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവരായി തീർന്നേക്കാം. You may face shame. ചിലപ്പോൾ ലജ്ജ വഹിക്കേണ്ടി വന്നേക്കാം. Because of this you may not even be able to leave your home. അത് നിമിത്തം ചിലപ്പോൾ വീടിന് പുറത്തു പോകുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. Or many of you may be waiting for a life partner. നിങ്ങളിൽ പലരും ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാകാം. Waiting to start your family. ഒരു കുടുംബ ജീവിതം തുടങ്ങാൻ കാത്തിരിക്കുന്നവരാകാം. Or even in your job or your business you may not see any growth. നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ തൊഴിലിലോ യാതൊരു പുരോഗതിയും കാണാത്ത അവസ്ഥയിലാവാം. Or even in your studies, in your exams, you may not see any results. നിങ്ങളുടെ പഠനത്തിലോ പരീക്ഷകളിലോ യാതൊരു ഫലവും കാണാത്ത ഒരു അവസ്ഥയിൽ ആവാം. And you may feel like your life is over. ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയിരിക്കാം. What does my future hold? എന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? What am I going to do in my life? എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? But എന്നാൽ even when the situation seems like it is hopeless, പ്രത്യാശ ഇല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യമായിരുന്നാലും there is no evidence that this will happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല. Maybe the doctors might have let you down. ചിലപ്പോൾ ഡോക്ടർമാർ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. Your teachers might have let you down. നിങ്ങളുടെ അധ്യാപകന്മാർ നിങ്ങളെ അവഗണിച്ചിരിക്കാം. Maybe those you trusted so much may have let you down. നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്നവർ പോലും നിങ്ങളെ അവഗണിച്ചിരിക്കാം. But just as God did what He promised to Abraham and Sarah, അബ്രഹാമിനോടും സാറായോടും കർത്താവ് തന്റെ വാഗ്ദത്തത്തെ നിറവേറ്റിയതുപോലെ He blessed their offspring as the stars of heaven. അവന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അനുഗ്രഹിച്ചു. And made them countless just like the sand. കടൽക്കരയിലെ മണൽത്തരികളെ പോലെ അവരെ എണ്ണമില്ലാത്തവർ ആക്കി തീർത്തു. God will surely bless you and multiply you. ദൈവം നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. Even when there seems to be no proof that it will happen. അത് സംഭവിക്കും എന്നുള്ള യാതൊരു ലക്ഷണങ്ങളും ഇല്ലാത്ത അവസ്ഥയിലും God will do what He promises to you. നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് ദൈവം നിവർത്തിക്കും. Bless you and multiply you. നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. And He will keep you as a testimony of His goodness. തന്റെ നന്മയുടെ ഒരു സാക്ഷിയായി നിങ്ങളെ കാക്കും. Yes, just like it is in Hebrews 6:14. ഹെബ്രായ ലേഖനം 6:14 പറയുന്നത് പോലെ തന്നെ I will surely bless you and give you many descendants. ഞാൻ നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിച്ച് അനേക സന്തതികളെ നിങ്ങൾക്ക് നൽകും. God will give you a child that you are waiting for. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ശിശുവിനെ ദൈവം നിങ്ങൾക്ക് നൽകി തരും. God will bless your family life. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. In the same way, God will bless whatever you are working for. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് കാര്യത്തെയും ദൈവം അനുഗ്രഹിക്കും. And He will multiply you. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. Shall we receive this gift from Him? അവിടുത്തിൽ നിന്നും ഈ അനുഗ്രഹത്തെ നമുക്ക് പ്രാപിക്കാമല്ലോ. Lord Jesus, thank you for
the promise that you're giving your children today. യേശു കർത്താവെ, അവിടുത്തെ മക്കൾക്ക് അവിടുന്ന് കൊടുത്ത വാഗ്ദത്തത്തിനായി നന്ദി. To surely bless them and surely multiply them. നിശ്ചയമായി അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും എന്ന വാഗ്ദത്തം. Those who are waiting for a child, Lord, I pray that you will bless them with a wonderful gift of child. കർത്താവെ, ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ശിശുവിനെ ദാനമായി കൊടുക്കണമേ. Every obstruction that is stopping the child to be formed, I pray that you will remove it. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല കാര്യത്തെയും അവിടുന്ന് നീക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Touch their organs and make it brand new, Lord. അവരുടെ അവയവങ്ങളെ തൊട്ട് അത് പുതുതാക്കുമാറാകണമേ. Let a child be formed in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഒരു ശിശു ഉരുവാകുമാറാകട്ടെ. All those who are waiting for a life partner, ജീവിത പങ്കാളിക്കായി കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും I pray that you will send your chosen one to be united with your child. അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ അവരുമായി ഐക്യപ്പെടുവാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിക്കുന്നു. Let the marriage happen so beautifully, വളരെ മനോഹരമായി അവരുടെ വിവാഹം നടക്കുവാൻ ഇടയാക്കണമേ. and let them glorify your name, Lord. അങ്ങനെ അവർ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ. I pray for all the closed doors to be open അടഞ്ഞു കിടക്കുന്ന സകല വാതിൽക്കലും തുറക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. in their job, in their business, in their studies, in their family life. അവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിൽ, അവരുടെ തൊഴിലിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ. Lord, I pray that you will surely bless them and increase them in all aspects of their life. അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവരെ നിശ്ചയമായും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. Keep them as a testimony of your goodness. നിന്റെ നന്മയുടെ സാക്ഷികളായി അവരെ നീ കാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. And reward them for all their waiting. അവരുടെ കാത്തിരിപ്പിനൊത്തവണ്ണം അവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കുമാറാകണമേ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. May God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.